നമസ്കാരം. നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന യൂട്യൂബ് ചാനല് പരിചയമുണ്ടോ? അതിലെ ദീപ്തി സീതത്തോട്. ദീപ്തി ടീച്ചറിന്റെ കല്യാണമായിരുന്നു ഫെബ്രുവരി 17 അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഒരുപാട് യൂട്യൂബേഴ്സിന്റെ കല്യാണ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദീപ്തി ടീച്ചറിന്റെ കല്യാണ വീഡിയോ കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ കല്യാണം കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവത്തില്ലേ? ആ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ദീപ്തി ടീച്ചറിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരുപാട് സ്ത്രീകൾക്ക് ഇൻസ്പിറേഷനാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പുള്ളിക്കാരി. ആ ഒരു വിശേഷണം പുള്ളിക്കാരിക്ക് ചേരും. ഇത് പുള്ളിക്കാരിയുടെ സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ദീപ്തി ടീച്ചർ കാരണമല്ല അത് ഫെയിൽ ആയത്, പുള്ളിക്കാരിയുടെ എക്സ് ഹസ്ബൻഡ് കാരണമാണ്. അയാൾ ഒരു ആൽക്കഹോളിക് ആയിരുന്നു. എപ്പോഴും വന്ന് ഉപദ്രവിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാക്സിമം അതിനകത്ത് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അത് നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ആ ടോക്സിക് ആയിട്ടുള്ള മാരേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ധൈര്യത്തോടു കൂടിയിട്ട് തൻ്റെ ഇടത്തോടു കൂടിയിട്ട് ജീവിച്ച് കാണിച്ച ഒരു സ്ത്രീ. അപ്പൊ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ഇൻസ്പിറേഷൻ അല്ലേ? അപ്പൊ അങ്ങനെ ഇൻസ്പിറേഷൻ ആകുന്ന സ്ത്രീകളുടെ ലൈഫ് സന്തോഷത്തിലേക്ക് പോകുന്നു, ഹാപ്പിനെസ് ചൂസ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അവരുടെ ചാനലിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ തന്നെ വളരെ മനോഹരമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണ്ട് മുതലേ കാണുന്ന ഒരു ചാനലാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരുമ്പോൾ ഞാൻ പോയി കാണാറുണ്ട്. ഒട്ടും ഏജ് കെട്ടലില്ല. വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പ്രത്യേകിച്ച് അവർ ചേർക്കാറില്ല. അവരുടെ തന്നെ കുടുംബം, വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബം, നാട്ടിൻ പുറത്തുള്ളൊരു കുടുംബം, അവരുടെ അച്ഛൻ, അമ്മ, ആങ്ങള, ഭാര്യ, അവരുടെ കുറേ പട്ടികൾ, അവരുടെ ഫാം, അങ്ങനെ അവരുടെ കൃഷി, അങ്ങനെയുള്ള വീഡിയോസാണ് അതിനകത്ത് വരുന്നത് മുഴുവൻ. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്കൊക്കെ ഒരു ഹാപ്പിനെസ് തരും ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും ഏച്ച് കെട്ടലില്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടി അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കാറില്ല. അങ്ങനത്തെ വീഡിയോസാണ് അതിനകത്ത് മുഴുവൻ. അതുകൂടാതെ തന്നെ ഇതിനു മുമ്പ് ആദിവാസി ഊരുകളിലേക്കൊക്കെ പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ദീപ്തി ടീച്ചർ. ഒരു ടീച്ചറായിരുന്നു. കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ആദിവാസി ഊരുകളിലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് സാധനങ്ങളും ബുക്കുകളും ഒക്കെ എത്തിച്ചൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദീപ്തി ടീച്ചർ. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്പിറേഷൻ പാക്കേജ് എന്ന് വേണമെങ്കിൽ അവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ചാനലിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി വന്ന് മോശപ്പെട്ട കമന്റുകൾ ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ടീച്ചർ തന്നെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യുകയാണ്, ലീഗൽ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പോവുകയാണ്. അതായത് മോശപ്പെട്ട കമന്റുകളാണ് ഈ റാണി പി സദാശിവൻ ഇടുന്നത്. അപ്പൊ ഈ ഒരു സംഭവം നല്ല രീതിയിൽ വിവാദമായതായിരുന്നു, വൈറലായതായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവരെക്കുറിച്ച് റിയാക്ട് ചെയ്തു. ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ മാത്രമല്ല ഈ റാണി പി സദാശിവൻ കമന്റുകൾ ഇടുന്നത്, ബാക്കിയുള്ള ഫാമിലി ബ്ലോഗേഴ്സിനെയൊക്കെ തപ്പിപ്പിടിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ നല്ല ഹാപ്പി ആയിട്ട് ഇൻസ്പിറേഷനോട് കൂടി ജീവിക്കുന്ന ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ തപ്പിപ്പിടിച്ച് അവരുടെ ചാനലിൽ ചെന്ന് അതിൻ്റെ അടിയിൽ ഈ സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് കമന്റ് ഇടുകയാണ് ഈ റാണി പി സദാശിവന്റെ പരിപാടി. ആ സ്ത്രീകളെ നേരിട്ട് പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ ആ സ്ത്രീകൾക്ക് അവിഹിതമാണ്, ആ സ്ത്രീകളൊക്കെ തന്നെ മോശക്കാരികളാണ്, ഇതേ രീതിയിലാണ് ദീപ്തി ടീച്ചറിന്റെ വീഡിയോയുടെ അടിയിൽ വിടുന്നത്. ദീപ്തി ടീച്ചറിന്റെ അച്ഛനെയും അമ്മയൊക്കെ കുറ്റം പറഞ്ഞ് അഴിഞ്ഞാടാൻ വിട്ടേക്കാണ്, ദീപ്തി ടീച്ചറിന്റെ ഫസ്റ്റ് മാരേജ് കുളമായത് ദീപ്തി ടീച്ചർ കാരണമാണ്, അങ്ങനെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു പെണ്ണുമ്പിള്ളയാണ് ഈ റാണി പി സദാശിവൻ. അന്ന് നല്ല രീതിയിൽ ആൾക്കാർ ഇവരുടെ ഈ കമന്റ് ഇടലൊക്കെ നിർത്തിച്ചതാണ്. VRN ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ ഇവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരെ നല്ല രീതിയിൽ നാണം കെടുത്തി അവർ ഈ പരിപാടി അവസാനിപ്പിച്ചതാണ് എന്ന് കരുതിയതാണ്. പക്ഷെ അവസാനിപ്പിച്ചിട്ടില്ല. അവർക്ക് എന്തോ മാനസിക രോഗം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ദീപ്തി ടീച്ചറിന്റെ കല്യാണ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റാണ്, റാണി പി സദാശിവന്റെ കമന്റാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇതിനകത്തും ദീപ്തി ടീച്ചറിനെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവർ കമന്റ് ഇട്ടേക്കുന്നത്. ദീപ്തി ടീച്ചർ അഴിഞ്ഞാട്ടക്കാരിയാണ്. ഇതിനകത്ത് ദീപ്തി ടീച്ചറിനോട് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ തന്നെ യൂട്യൂബേഴ്സിന്റെ കല്യാണത്തിൽ തെരഞ്ഞു പിടിച്ച് ചെന്നിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദ്യം ചോദിച്ച രീതിയിൽ ഇത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ദീപ്തി ടീച്ചർ അറേഞ്ച് മാരേജ് ആണെന്നാണ് പറഞ്ഞത്. അതിനാണ് ഇവർ കമന്റ് ഇട്ടത്. ഈ 2 വർഷമായിട്ട് ഈ ദീപ്തി ടീച്ചർ കല്യാണം കഴിച്ച ഈ ചേട്ടൻ ദീപ്തി ടീച്ചറിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, വീട്ടിൽ ജോലി ചെയ്യാനൊക്കെ വന്നതാണ്. ആ വീട്ടുകാർക്ക് നല്ല പരിചയമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇവർ തമ്മിൽ പ്രണയിച്ച് അഴിഞ്ഞാടി നടന്നതാണ്, പല സ്ഥലങ്ങളിലേക്കും പോയതാണ്, എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് അറേഞ്ച് മാരേജ് ആണ്. ഇനി അവർ പ്രണയിച്ച് പ്രണയിച്ചതാണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്താണ്? ദീപ്തി ടീച്ചറിന്റെ വീട്ടിൽ ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. ദീപ്തി ടീച്ചറിന്റെ വീട്ടിൽ ദീപ്തി ടീച്ചർ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. അവിടെ ദീപ്തി ടീച്ചറിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഇയാൾ വന്നത്.
ഇനി അവർ അഴിഞ്ഞാടിയതാണെങ്കിലും അവർ പ്രേമിച്ചതാണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്താണ് പ്രശ്നം? പ്രേമിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചില്ലേ? അപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഇടുന്നത്. അവിടെയും കഴിഞ്ഞില്ല. ആദ്യത്തെ മാരേജ് കൊളമായതിന് കാരണം ദീപ്തി ടീച്ചറായിരുന്നത്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ സഹിക്കാതെ ആ മാരേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്തതാണ് ദീപ്തി ടീച്ചർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇവളുമാരെയൊക്കെ എന്ത് ചെയ്യണം? ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. അതാണ് നല്ലതായിട്ട് സ്ത്രീകൾ ജീവിക്കുന്നത് കാണുമ്പോൾ അതിനകത്ത് ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് സഹിക്കാതെ ഇവർ പോയി ആ സ്ത്രീകളെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടുകയാണ് ഇവരുടെ പരിപാടി, മെയിൻ ആയിട്ടുള്ള പരിപാടി. തീർന്നിട്ടില്ല. ദീപ്തി ടീച്ചർ ഒരു കുഞ്ഞിനെ ഇപ്പോൾ എടുത്തു വളർത്തുന്നുണ്ട്. ആ കുഞ്ഞിന് ഒരു അച്ഛനും അമ്മയും ഉണ്ട്. പക്ഷെ അച്ഛനും അമ്മയും ഇപ്പം ആ കുഞ്ഞിനെ അടുത്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലല്ലെന്നാണ് ദീപ്തി ടീച്ചർ പറഞ്ഞത്. ഇപ്പൊ കറന്റ്ലി ദീപ്തി ടീച്ചറാണ് ആ കുഞ്ഞിന്റെ അമ്മ. ഇപ്പൊ കല്യാണം കഴിച്ച ആ ചേട്ടനാണ് അച്ഛൻ. അപ്പൊ ഇവര് എടുത്തു വളർത്തുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എടുത്തു വളർത്തുന്നത് പോലും ആൾക്കാരെ കാണിക്കാനാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ കല്യാണത്തിന് ചെന്നപ്പോൾ ഈ ദീപ്തി ടീച്ചർ ഈ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് കളിപ്പിക്കുന്നതും അങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവർ പകർത്തിയിട്ട് ഇവർക്ക് വ്യൂസിന് വേണ്ടിയിട്ട് ചാനലിൽ ഇടുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അടിയിൽ കുറേ ആൾക്കാർ മോശപ്പെട്ട കമന്റുകൾ ഇടുന്നുണ്ട്. ഇവരെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തിയത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക, ആ കുഞ്ഞിനൊരു ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ദീപ്തി ടീച്ചറിന് ഇതുവരെ ഒരു കുഞ്ഞില്ല. ഇനിയും ഭാവിയിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അത് ഭാവിയിലെ കാര്യമാണ്. ഇപ്പം ആ കുഞ്ഞിനൊരു ജീവിതം കൊടുക്കുകയാണ്. ചെറിയൊരു കുഞ്ഞാണ്, അതിനൊരു ജീവിതം കൊടുക്കുന്നു, അതിനെ എടുത്തു വളർത്തുന്നു, അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമല്ലേ? അത് മാത്രമല്ല, ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടോ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. ഓൺലൈൻ മീഡിയാസ് അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിടുന്നത്. അപ്പോൾ ആൾക്കാർ കമന്റ് ഇടുന്നത് എന്താണ്? ദീപ്തി ടീച്ചറിന് വ്യൂസ് കിട്ടാനും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ആരെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതിനെ അംഗീകരിക്കുക, അതല്ലാതെ അവരെ തരം താഴ്ത്തി കാണിക്കാതിരിക്കുക, അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാതിരിക്കുക. അവരാരുടെ എടുത്ത് സിമ്പതി പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരണേ, ഞാനൊരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നു, ആ കുഞ്ഞിന് കൊടുക്കാനുള്ള വകയൊക്കെ ഇങ്ങോട്ട് തരണേ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ചാനലിൽ നിന്ന് വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ. അവരാരോടും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അവർ കഷ്ടപ്പെടുന്നതിൽ നിന്ന് ഒരു വിഹിതം ആ കുഞ്ഞിനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ കുഞ്ഞിനെ എടുത്തു വളർത്തി. അത് അവരുടെ നല്ല മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെയും ചെന്ന് അവരെ തരം താഴ്ത്തി അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ കുറേ എണ്ണം. പിന്നെ ഈ റാണി പി സദാശിവനെ പോലുള്ള പെണ്ണുമ്പുള്ളമാർക്ക് പിന്നെ ഭയങ്കര സൂക്കേടാണ്. അവരുടെ ഫോട്ടോ ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അവർക്ക് എന്താണ്ട് മെന്റൽ ഇഷ്യൂ ഉണ്ട്. നന്നായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ അവർക്കുള്ളിൻ്റെ ഉള്ളിൽ എന്താണ്ടൊരു വിഷയമാണ്. ഞാനൊരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ? ഈ വീഡിയോയിൽ ആ കുഞ്ഞിനെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മടിയിൽ എടുത്ത് വെച്ചേക്കുന്നത്. അത് കാണുമ്പോഴും ആൾക്കാർ അതിനെക്കുറിച്ച് മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മടിയിൽ എടുത്ത് വെച്ച് കൊഞ്ചിക്കുകയാണ്. അവരുടെ കുഞ്ഞാണ് എന്നുള്ള രീതിയിലാണ് അവർ മടിയിൽ എടുത്ത് വെച്ച് കൊഞ്ചിക്കുന്നതും അവരുടെ ഫാമിലി ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്നതും. ഇതിലും നെഗറ്റീവ് കാണാതിരിക്കുക.